Okay, today we are going to discuss about what is binomial distribution. Okay, what is binomial distribution? Poisson distribution പോലെ തന്നെ binomial distributionും ഒരു discrete distribution ആണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യം binomial distribution ആണ് എടുക്കേണ്ടത്. അപ്പോൾ binomial distribution ഞാൻ ക്ലാസ്സിൽ വെച്ച് എടുത്തതായിരുന്നു, എന്നാൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് binomial distributionന്റെ ക്ലാസ് കൂടെ ഞാൻ ഇടുകയാണ്. അപ്പോൾ ബേസിക്കലി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻസിലെ രണ്ട് ഡിസ്ക്രീറ്റ് കേസസ് ഉള്ളതിൽ രണ്ടെണ്ണമാണ് ബൈനോമിയലും പോയ്സോണും. ഓക്കെ, അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് ആദ്യം ഒന്ന് നോക്കാം. A random variable x is said to follow binomial distribution if its probability mass function is given by p of x is equal to x, that is p of x എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഏത് ഫോമിലാണ്? NCX p raised to x q raised to n minus x where x takes values 0, 1, 2, 3 etc. up to n ആണല്ലോ. And if the value of p of x അല്ലെങ്കിൽ probability mass functionന്റെ വാല്യൂ ബാക്കി എല്ലാ പോയിന്റിലും 0 ആയിരിക്കും. ഓക്കെ, ഇനി ഹിയർ ഇവിടെ നമ്മുടെ ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോം. NCX p raised to x q raised to n minus x എന്ന് പറയുന്നത്. ഹിയർ ദ ടു ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റൻസ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് കോൺസ്റ്റൻസ് എന്നും പിയും, n and p are known as parameters of the distribution. Okay, the distribution is completely determined if n and p are known. n-ഉം p-യും നമുക്ക് തരുന്ന പ്രോബ്ലത്തിൽ n-ന്റെ വാല്യൂവും p-യുടെ വാല്യൂവും കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഡിസ്ട്രിബ്യൂഷൻ്റെ കംപ്ലീറ്റ് ഫോം നമുക്ക് എഴുതാവുന്നതാണ്. ഇനി ഈ ഡിസ്ട്രിബ്യൂഷൻ ഫോമിനകത്ത് പറഞ്ഞിരിക്കുന്ന NCX p raised to x q raised to n minus x എന്ന് പറഞ്ഞിരിക്കുന്നതിൽ n എന്ന് പറയുന്നതും p എന്ന് പറയുന്നതും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സ് ആണ്. എക്സ് എന്തിനെ പ്രതിനിധി അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യുന്നു? ഹിയർ x stands for the number of successes. p represents probability of success in a single trial. എക്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കേണ്ട, അല്ലെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ്, സ്റ്റാൻഡ്സ് ഫോർ നമ്പർ ഓഫ്, എത്ര സക്സസ് ഉണ്ടായി എന്നുള്ളതും. പി എന്ന് പറയുന്നതാണ് പ്രോബബിലിറ്റി ഓഫ് സക്സസ്. ഒരൊറ്റ ട്രയലിൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്താണെന്ന് കാണിക്കുന്നതാണ് പി റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി അവിടെ വേറൊരു കോൺസ്റ്റൻറ്റും കൂടിയുണ്ട്, ക്യൂ എന്ന് പറയുന്നത് 1 മൈനസ് പി ആണ്. അപ്പം എൻ എന്താണെന്ന് പറഞ്ഞു? നമ്പർ ഓഫ് സക്സസ് ആണ്. പി എന്ന് പറഞ്ഞ പ്രോബബിലിറ്റി ഓഫ് സക്സസിന് സിംഗിൾ ട്രയലാണ്. ക്യൂ എന്ന് പറയുന്നത് 1 മൈനസ് പി ആണ്. ഇനി if we consider n, capital N sets of small n independent trials, നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ട്രയൽസിൻ്റെ ലെറ്റർ സ്മോൾ n ആയിട്ട് അങ്ങനെയുള്ള എത്ര സെറ്റ്സ് കൺസിഡർ ചെയ്യുന്നു? ക്യാപിറ്റൽ N, ടോട്ടലായിട്ട് n സെറ്റ്സ് ഓഫ് n ഇൻഡിപെൻഡൻറ്റ് ട്രയൽസ്, ദെൻ ദ നമ്പർ ഓഫ് ടൈംസ് വി ഗെറ്റ് എക്സ് സക്സസ്, എത്ര പ്രാവശ്യം സക്സസ് വരുന്നു എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ആ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഉണ്ടല്ലോ, NCX p raised to x q raised to n minus x ന് കിട്ടുന്ന വാല്യൂവിനെ ക്യാപിറ്റൽ N കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴാണ് n സെറ്റ്സ് ഓഫ് n ഇൻഡിപെൻഡൻറ്റ് ട്രയൽസിൽ എത്ര സക്സസ് ഉണ്ടായി എന്നറിയാൻ പറ്റുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാകും, ഇതൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇറ്റ് ഫോളോസ് ദാറ്റ് ദ ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് capital N into p plus q the whole raised to n gives the frequencies of the occurrences of 0, 1, 2, 3 etc. up to n success ആണ്. വേർ n എന്ന് പറയുന്നത് സെറ്റ്സ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ട്രയൽസ് ആണ്, ക്യാപിറ്റൽ N എന്ന് പറയുന്നത്. അപ്പോൾ ഈ NCX p raised to x q raised to n minus x എന്ന് നമ്മൾ പറയുന്ന ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ബൈനോമിയലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു ഫോമിലും എഴുതാവുന്നതാണ്. p plus q the whole raised to n-ൻ്റെ എക്സ്പാൻഡഡ് ഫോമും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനായിട്ട് എഴുതാം. ഇത് നിങ്ങൾ ഈ റിസൾട്ട് മനസ്സിലാക്കിയിരുന്നാൽ മതി. NCX p raised to x q raised to n minus x എന്നുള്ളതാണ് ബൈനോമിയലിൻ്റെ ഫോം. And that can be otherwise written as p plus q the whole raised to n എന്ന ഫോമിലും എഴുതാവുന്നതാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി എവിടെയൊക്കെയാണ് ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? സിറ്റുവേഷൻസ് വെയർ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി അപ്ലൈഡ്. ഒന്നാമത്തത്, ദ റാൻഡം എക്സ്പെരിമെൻറ്റ് ഹാസ് 2 outcomes which can be called success ആണ്. അപ്പോൾ നമ്മൾ നടത്തുന്ന ഒരു എക്സ്പെരിമെൻറ്റ് റാൻഡം എക്സ്പെരിമെൻറ്റുമായിരിക്കണം. ആ റാൻഡം എക്സ്പെരിമെൻറ്റിൽ 2 ഔട്ട്കം, ഒരു സക്സസ്സും ഒരു ഫെയിലുവറും എന്ന 2 ഔട്ട്കമെങ്കിലും ഉള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ്സിനെയാണ് നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ.
രണ്ടാമത്തത് പ്രോബബിലിറ്റി ഓഫ് സക്സസ്. പ്രോബബിലിറ്റി ഓഫ് സക്സസിനെയാണ് പി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പ്രോബബിലിറ്റി ഓഫ് സക്സസ് പി ഇൻ എ സിംഗിൾ ട്രയൽ റിമൈൻസ് കോൺസ്റ്റന്റ് ഫ്രം ട്രയൽ ടു ട്രയൽ ഓഫ് ദ എക്സ്പെരിമെൻറ്റ്. നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന റാൻഡം എക്സ്പെരിമെൻറ്റിൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് പി റെപ്രസെൻറ്റ് ചെയ്യുന്നു. ആ പിയുടെ വാല്യൂ എപ്പോഴും ഓരോ ട്രയൽ റിപ്പീറ്റ് ചെയ്യുമ്പോഴും ആ സിംഗിൾ ട്രയലിൽ പിയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ട് റിമൈൻ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്സും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി കൺസിഡർ ചെയ്യാം. Then third point is experiment is repeated finite number of times. ഒരു fixed number of times experiment countably finite ആയിട്ടുള്ള number of times ഈ experiment റിപ്പീറ്റ് ചെയ്യുകയും വേണം. നാലാമത്തത് ട്രയൽസ് ആർ ഇൻഡിപെൻഡൻറ്റ്. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്യുന്ന ട്രയൽസ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഇനി ഈ ട്രയൽസ് എല്ലാം ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതിലെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് പിയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കണം എല്ലാ പ്രാവശ്യവും. അതുപോലെ എക്സ്പെരിമെൻ്റ് എങ്ങനെയായിരിക്കണം, ഒരു സക്സസും ഫെയിലുവറും ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് എക്സ്പെരിമെൻറ്റും ആയിരിക്കണം. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻറ്റിനെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോമിലേക്ക് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഇനി വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇനി മീൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എൻ പി ആണ്. മീൻ എന്ന് പറയുന്നത് മാത്രമല്ല, നമുക്ക് എന്തൊക്കെ നോക്കാം. മീൻ എന്ന് പറയുന്നത് എൻ പി ആയിട്ട് എഴുതുന്നു. വേരിയൻസ് ഇസ് ഈക്വൽ ടു എൻ പി ക്യൂ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിളാണ് സിഗ്മ, ആൻഡ് സിഗ്മ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൻ പി ക്യൂ. അപ്പോൾ വേരിയൻസിൻ്റെ വാല്യൂവിൻ്റെ റൂട്ട് വാല്യൂ എടുക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. തിരിച്ചു പറയാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ എടുത്താൽ വേരിയൻസും കിട്ടുന്നതായിരിക്കും. മനസ്സിലായല്ലോ. ഇനി നേരത്തെ പോയ്സോണിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും 2 ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് എക്സും വൈയും 2 ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സും വൈയും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന 2 റാൻഡം വേരിയബിൾസ് ആണെന്ന് അസ്യൂം ചെയ്യുക. എക്സിൻ്റെ പാരാമീറ്റർ എന്ന് പറയുന്നത് n1p-യും വൈയുടെ പാരാമീറ്റർ എന്ന് പറയുന്നത് n2p-യും ആണെങ്കിൽ ദെൻ ദെയർ സം, ഈ രണ്ടെണ്ണത്തിൻ്റെയും കൂടെ സം എന്ന് പറഞ്ഞാൽ x പ്ലസ് വൈ എന്ന് പറയുന്നതും ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെ ആയിരിക്കും. Their sum x plus y also follows binomial distribution with the parameter n1 plus n2, p. Okay, ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ. Here the question is 4 coins are tossed simultaneously and what is the probability of getting 2 heads? അപ്പോൾ 4 കോയിൻ ഒരേ സമയത്ത് ടോസ് ചെയ്യുന്നു. അതിൻ്റെ അകത്തിൽ 2 ഹെഡ് കിട്ടാനുള്ള സാധ്യത. 4 കോയിൻ ഒരേ സമയത്ത് ടോസ് ചെയ്യുകയാണ്. അപ്പോൾ 2 ഹെഡ് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്തായിരിക്കണം? 2. നമ്പർ ഓഫ് സക്സസ്, അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. നമ്പർ ഓഫ് എക്സസ് എന്ത് റെപ്രസെൻറ്റ്, എക്സ് വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി 4 കോയിൻസ് ആർ ടോസ്ഡ് സൈമൾട്ടേനിയസ്ലി എന്നാണ്. അപ്പോൾ ട്രയൽസ് 4 കോയിൻസ് ഒരുപോലെ എറിയുന്നത് കൊണ്ട് എന്നിൻ്റെ വാല്യൂ 4. ഇനി നമ്മളുടെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഫോർ എ സിംഗിൾ ട്രയൽ എന്ന് പറയുന്നത് പി ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പിയുടെ വാല്യൂ എന്താണ്? ഒരു കോയിൻ ഒരു പ്രാവശ്യം എറിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ വാല്യൂ? ഹെഡ് കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞു. ഹെഡ് കിട്ടുന്നതാണല്ലോ ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഹെഡ് ടു ഫൈൻഡ് ഔട്ട് ഗെറ്റിംഗ് ഹെഡ് എന്നുള്ളതാണ്. അപ്പോൾ ഹെഡാണ് കിട്ടുക എന്നുള്ളതാണ് സക്സസ് വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഹെഡ്, ഒരു കോയിൻ ഒരു പ്രാവശ്യം എറിഞ്ഞാൽ ഒരു ഹെഡ് കിട്ടാനുള്ള സാധ്യത 1/2. അതാണ് പി റെപ്രസെൻറ്റിങ്. ഓക്കെ, അപ്പോൾ ഹിയർ n എന്ന് പറയുന്നത് n is equal to 4, p is equal to 1/2. n is equal to 4 means number of coins tossed, എത്ര കോയിൻ ടോസ് ചെയ്തു എന്നുള്ളത്. p എന്ന് പറയുന്നത് 1/2, that is getting head in a single trial. p അറിയാമെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് q കണ്ടുപിടിക്കാം. p plus q is equal to 1 എന്നാണ് റിസൾട്ട്. അപ്പോൾ q is equal to 1 minus 1/2, that is equal to 1/2. x represents number of heads to be obtained. അപ്പോൾ ഇവിടെ നമ്മളോട് എന്താണ് കണ്ടുപിടിക്കാൻ പറയുന്നത്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഹെഡ്സ്. സോ ഹിയർ എക്സിൻ്റെ വാല്യൂ എന്താണ്? 2. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഹെഡ്സ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്നർത്ഥം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോം എന്തായിരുന്നു? NCX, p റൈസ് ടു എക്സ്, q റൈസ് ടു n മൈനസ് എക്സ്. എന്നിൻ്റെ വാല്യൂ 4, എക്സിൻ്റെ വാല്യൂ 2, പിയുടെ വാല്യൂ 1/2, ക്യൂയുടെ വാല്യൂ 1/2. ഈ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4c2 1/2 the whole square into 1/2 the whole raised to 4 minus 2. Then we will be getting the value as 3/8. ഇതിലെ 4c2 കാൽക്കുലേറ്ററിൽ നിന്ന് നമുക്ക് കാണാം. 1/2 the whole square, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കാൽക്കുലേറ്ററിൻ്റെ ആവശ്യമേ ഉള്ളൂ. NCR യൂസ് ചെയ്ത് 4c2 കാണാവുന്നതാണ്. ഓക്കെ.
ഫസ്റ്റ് പ്രോബ്ലം ക്ലിയർ ആയോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 10 കോയിൻസ് ആർ ടോസ്റ്റ് സൈമൾട്ടേനിയസ്ലി. ഇപ്പോൾ എന്ത് മനസ്സിലായി? 10 കോയിൻസ് ആർ ടോസ്റ്റ് സൈമൾട്ടേനിയസ്ലി മീൻസ് എന്നിൻ്റെ വാല്യൂ 10 ആണെന്ന്. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ്. ഫസ്റ്റ് കേസ് അറ്റ് ലീസ്റ്റ് 7 ഹെഡ്സ്, രണ്ടാമത്തെ കേസ് എക്സാക്ട്ലി 7 ഹെഡ്സ്, മൂന്നാമത്തത് അറ്റ് മോസ്റ്റ് 7 ഹെഡ്സ്. അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കിട്ടേണ്ട എന്താണ്? ഹെഡ് കിട്ടുക എന്നുള്ളതാണ് സക്സസ്. അപ്പോൾ നമുക്ക് എന്നിൻ്റെ വാല്യൂ 10 കിട്ടിയ സ്ഥിതിക്ക് പിയുടെ വാല്യൂ സ്മോൾ പി മീൻസ് പ്രോബബിലിറ്റി ഓഫ് എ സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ എന്തായിരിക്കും? പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/2 തന്നെയാണ്. പി 1/2 ആയതുകൊണ്ട് ക്യൂ 1/2 ആകും. ഇനി നമുക്ക് ഓരോ കേസും നോക്കാവുന്നതാണ്. നമ്മുടെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, ദാറ്റ് ഈസ് എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് ആണ്. ഇവിടെ എൻ 10 ആയതുകൊണ്ട് നമുക്ക് ആ ഫോം എങ്ങനെ എഴുതാം? പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 10cx പി 1/2 എക്സ്. നമുക്കിവിടെ വാല്യൂസ് ഉണ്ടല്ലോ. പി എന്ന് പറയുന്നത് 1/2, സോ 1/2 റൈസ് ടു എക്സ് 1/2 റൈസ് ടു 10 മൈനസ് എക്സ്. ഇനി എക്സിൻ്റെ വാല്യൂസ് ആണ് കൊടുക്കേണ്ടത്. ആദ്യത്തെ കേസ് എങ്ങനെയാണ് പറഞ്ഞത്? ഗെറ്റിംഗ് അറ്റ് ലീസ്റ്റ് 7 ഹെഡ്സ് എന്നാണ് പറഞ്ഞത്. അപ്പം മിനിമം 7 ഹെഡ് കിട്ടുക എന്നുള്ളതാണ് ആണല്ലോ. അപ്പോൾ 7 ഹെഡ് മിനിമം എന്ന് പറഞ്ഞാൽ മാക്സിമം എവിടം വരെ പോകാം? മൊത്തം നമ്മൾ 10 കോയിനെ ടോസ് ചെയ്യുന്നുള്ളല്ലോ. 10 കോയിൻ ഒരുപോലെയാണ്. അപ്പോൾ മാക്സിമം നമുക്ക് 10 ഹെഡ് വരാം. മിനിമം 7 ആകുന്നതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു. സോ ദാറ്റ് ഈസ് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 ആണല്ലോ. അപ്പോൾ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 എന്ന് പറയുമ്പോൾ എങ്ങനെ കാണാം? എക്സിന് 7 7 കൂടുതലും ഉള്ളതിൻ്റെ എല്ലാം സം എടുക്കുക. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 7 പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 8 പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 9 പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 10. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എക്സിലേക്ക്. 10c7 ആദ്യത്തത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 7 എന്ന് പറയുന്ന കേസിൽ എക്സ് 7 ആകുന്നതായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 10cx 1/2 റൈസ് ടു 7 1/2 റൈസ് ടു 10 മൈനസ് 7 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 1/2 റൈസ് ടു 3 പ്ലസ് അടുത്തത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 8ന് 10c8 1/2 റൈസ് ടു 8 1/2 റൈസ് ടു 2. മൂന്നാമത്തത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 9 ആയിരുന്നു. അപ്പോൾ 10c9 ഹാഫ് റൈസ് ടു 9 ഹാഫ് റൈസ് ടു 1. ലാസ്റ്റ് കേസ് 10c10 ഹാഫ് റൈസ് ടു 10 ഹാഫ് റൈസ് ടു 0. അപ്പോൾ അത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഞാനിവിടെ കോമൺ ആയിട്ട് 1/2 റൈസ് ടു 10 എന്നുള്ളത് വെളിയിലൊക്കെ എടുത്ത് എഴുതിയിട്ടുണ്ട്. എന്തായാലും ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനൽ ആൻസറിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇതിനകത്ത് ഞാൻ സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ അകത്ത് വാല്യൂസ് എങ്ങനെയാണെന്നുള്ളത്. കോമൺ ആയിട്ടുള്ളത് വെളിയിലെടുത്തോ കോമൺ ആയിട്ട് വെളിയിലെടുക്കാതെയോ അതൊക്കെ ചെയ്യുന്ന ആളുടെ സൗകര്യത്തിന് ചെയ്യാവുന്നതാണ്. എന്തായാലും കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ഇത് കണ്ടുപിടിക്കാവുന്നതാണ്. ആൻഡ് ദ ഫൈനൽ ആൻസർ. അപ്പം അറ്റ്ലീസ്റ്റ് എന്ന് പറയുന്നതാണ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പം പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ മിനിമം 7 കൂടുതൽ. മിനിമം 7 മാക്സിമം എവിടം വരെ വരാം? ഇവിടെ 10 കോയിൻ ആയതുകൊണ്ട് n 10 ആയതുകൊണ്ട് 10 വരെ 7 തൊട്ട് 10 വരെ ഉള്ളതിൻ്റെ സമ്മ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഒരു കേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 176/1024 എന്ന ഫോമിലേക്ക്. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ കേസിൽ രണ്ടാമത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 7 ഹെഡ്സ്. എക്സാക്ട്ലി 7 ഹെഡ്സ് എന്ന് പറയുന്നത് എളുപ്പമായിട്ട് ചെയ്യാവുന്നതാണ്. എക്സാക്ട്ലി മീൻസ് ഈക്വൽ ടു 7 ഹെഡ്സ് കറക്റ്റായിട്ട് കിട്ടുന്ന സിറ്റുവേഷൻ അതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണെന്ന്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 7 ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 10cx ഹാഫ് റൈസ് ടു 7 ഹാഫ് റൈസ് ടു 3. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വാല്യൂ കിട്ടും 120. 10c7 എന്ന് പറയുന്നത് 120 ആണ്. 120 ഇൻറ്റു 1/2 റൈസ് ടു 10 ദാറ്റ് ഈസ് 1/2 റൈസ് ടു 10 എന്ന് ഇവിടെ എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ 1/2 റൈസ് ടു 7 ഇൻറ്റു 1/2 റൈസ് ടു 3 എന്ന് പറയുന്നത് രണ്ടും ഒരേ വാല്യൂ ആയതുകൊണ്ട് ഇനി നമ്പർ m റൈസ് ടു എക്സ് അല്ലെങ്കിൽ എക്സ് റൈസ് ടു എം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എം പ്ലസ് എൻ എന്നാണ് ഫോം. മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ എഴുതി കാണിച്ചു തരാം. നമ്മൾ പഠിച്ച ഒരു ഫോമാണ് എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ. ദാറ്റ് ഈസ് ദ പ്രോഡക്റ്റ് റൂളാണ്. അതിനെ നമുക്ക് എങ്ങനെ എടുക്കാം? ഇത് രണ്ടും എക്സ് ആകുന്ന സമയത്താണ്. എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എം പ്ലസ് എൻ
എന്ന് എഴുതാവുന്നതാണ്. അപ്പോൾ ഇവിടെ അത് എക്സിന് പകരം ഇവിടെ കിടക്കുന്നത് 1/2 ഇത് 1/2 ആണ്. 1/2 റൈസ് ടു 7 കൊണ്ട് 1/2 റൈസ് ടു 3നെ നമുക്ക് 1/2 റൈസ് ടു 7 + 3 ദാറ്റ് ഈസ് 10 എന്ന് എഴുതാവുന്നതാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 10C7 എന്ന് പറയുന്നത് 120 × 1/2 റൈസ് ടു 10. അത് കാൽക്കുലേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊക്കെ കിട്ടുമ്പം ഫൈനൽ ആൻസർ 120 ഡിവൈഡഡ് ബൈ 1024 എന്ന് വരും. മനസ്സിലായോ? ഇനി മൂന്നാമത്തെ കേസിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ് മോസ്റ്റ് 7 ഹെഡ്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഗെറ്റിംഗ് അറ്റ് ലീസ്റ്റ് 7 ഹെഡ്സ്, മിനിമം 7 ഹെഡ് കിട്ടാനുള്ള സാധ്യത. അപ്പോൾ 7 മിനിമം ആകുമ്പം 7, 8, 9, 10 വരെ ആകാം എന്നതായിരുന്നു. അതാണ് നമ്മൾ P of x is equal to 7 plus P of x is equal to 8 plus P of x is equal to 9 plus P of x is equal to 10 എന്ന് ചെയ്തത്. അപ്പോൾ അത് അറ്റ്ലീസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി? P of x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 എന്നായിരുന്നു. 7 7 കൂടുതലോ എന്നുള്ളത് മിനിമം 7 ആയിരുന്നു. ഇവിടെ അറ്റ്മോസ്റ്റ് 7 ഹെഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? P of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7. മനസ്സിലായോ? P of x മാക്സിമം 7 ഹെഡേ വരാവുള്ളൂ, അതിൻ്റെ താഴെ നിൽക്കണം. 7 ഹെഡ് മാക്സിമം. അപ്പം എക്സിൻ്റെ വാല്യൂ എവിടെ നിന്ന് തുടങ്ങണം? P of x is equal to 0 plus P of x is equal to 1 plus P of x is equal to 2 plus P of x is equal to 3 plus P of x is equal to 4 plus P of x is equal to 5 plus P of x is equal to 6 plus P of x is equal to 7. ഇതെല്ലാം കൂടി ആഡ് ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ ഗെറ്റിംഗ് അറ്റ് മോസ്റ്റ് 7 ഹെഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നും ഓരോ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് എന്നിൻ്റെ വാല്യൂ ഇതിനേക്കാൾ വലുതൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടം വരെ പോകണം? ഒരുപാട് പ്രാവശ്യം ചെയ്യണം എന്നുള്ളത്. ഇതിപ്പോൾ 7 വരെ ആയതുകൊണ്ട് ടേംസ് 8 ടേംസ് 1 2 3 4 5 6 7 8 എണ്ണം ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇതിൽ ഇത്രയും വലിയൊരു രീതിയിൽ വരുമ്പോൾ നമുക്കിതിനെ റിവേഴ്സ് ഓർഡറിലും കൂടെ ചെയ്യാം. ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ആ 1ൽ നിന്നും ബാക്കി ഇനി എന്നിൻ്റെ സ്മോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 10 കോയിനല്ലേ ടോസ് ചെയ്യുന്നുള്ളൂ, 10 കോയിൻസ്. അപ്പോൾ മാക്സിമം എത്ര? 10 ഹെഡേ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമുക്കത് റിവേഴ്സ് ഓർഡറിൽ ചെയ്യാം. 1 മൈനസ് ഓഫ് കോമൺ ആയിട്ട് P of x is equal to 8 plus P of x is equal to 9 plus P of x is equal to 10. 8 ഹെഡ് കിട്ടുന്നതും 9 ഹെഡ് കിട്ടുന്നതും 10 ഹെഡ് കിട്ടുന്നതിൻ്റെയും കൂടെ പ്രോബബിലിറ്റി എടുത്തിട്ട് ടോട്ടൽ പ്രോബബിലിറ്റി 1 മൈനസ് ഓഫ് ദാറ്റ് എടുത്താലും നമുക്ക് ഇത് തന്നെ കിട്ടുന്നതായിരിക്കും. മനസ്സിലായോ? അത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നമ്പർ ലൈനിൽ ഞാൻ വരച്ച് കാണിച്ചാൽ, ഇങ്ങനെ ഒരു നമ്പർ ലൈനിൽ ഞാൻ വരയ്ക്കുമ്പോൾ ഇതിപ്പോൾ 0 തൊട്ട് ഇവിടെ 10 വരെയുള്ള കേസല്ലേ പറയുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുക. 10 കോയിൻസ് ടോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 2 അങ്ങനെ നമ്മൾ ഈ 10 വരെയുള്ളത് ഒരു 3 4 5 6 7 8 9 10 എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് വേണ്ടത് എവിടം തൊട്ട് എവിടം വരെയാണ്? 0 to 7 വരെ ഉള്ളതിൻ്റെ വാല്യൂ കാണണം എന്നുണ്ടെങ്കിൽ ഈ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0 to 10 വരെ ഉള്ളതിൻ്റെ ടോട്ടൽ പ്രോബബിലിറ്റിയാണ് നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ട്. പ്രോബബിലിറ്റി വാല്യൂ 1 ആയിരിക്കും എന്നുള്ള ടോട്ടൽ പ്രോബബിലിറ്റി. ആ 1ൽ നിന്ന് ടോട്ടലിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഈ 0 to 10 വരെയുള്ള ടോട്ടൽ പ്രോബബിലിറ്റിയുടെ വാല്യൂ 1 എന്നാണ് വരുന്നത്. ആ ടോട്ടൽ 1ൽ നിന്നും ഏത് കുറച്ച് കളയാം? 8 തൊട്ട് 10 വരെ ഉള്ളതിനെ കുറച്ച് കളഞ്ഞാൽ 8 to 10 വരെ ഉള്ളതിൻ്റെ വാല്യൂസ് കുറച്ചാൽ ബാക്കി കിട്ടില്ലേ? 0 to 7 വരെ ഉള്ളത് ടോട്ടൽ 1ൽ നിന്ന് ഇത്രയും ഭാഗം കുറച്ച് കഴിയുമ്പോൾ ബാക്കി കിട്ടുന്നു. ആ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത്. 1 മൈനസ് ഓഫ് P of x is equal to 8 plus P of x is equal to 9 plus P of x is equal to 10 എന്ന് പറഞ്ഞ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാൽക്കുലേഷൻ എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് 1 മൈനസ് ഓഫ് 10C8. അത് ഹോളാണ്, അത് മറന്നു പോരുത്. ബ്രാക്കറ്റ് ഇടണം. 1 മൈനസ് ഓഫ് എന്നിടുക. 10C8 ഹാഫ് റൈസ് ടു 8 ഹാഫ് റൈസ് ടു 2 പ്ലസ് 10C9 ഹാഫ് റൈസ് ടു 9 ഹാഫ് റൈസ് ടു 1 പ്ലസ് 10C10 ഹാഫ് റൈസ് ടു 10 ഹാഫ് റൈസ് ടു 0. മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് നിന്ന് പിന്നെ
കോമൺ ആക്കാം. ഇതെല്ലാം ആഡ് ചെയ്യുമ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ അനുസരിച്ച് എം പ്ലസ് എൻ ഫോം ആകുമ്പം ഹാഫ് റൈസ് ടു 10 വരും. ഇവിടെ ഹാഫ് റൈസ് ടു 10 വരും. ഇവിടെയും ഹാഫ് റൈസ് ടു 10 ആവും. ആ ഹാഫ് റൈസ് ടു 1/2 റൈസ് ടു 10 ആണ് വെളിയിലെടുത്തിട്ട് ബാക്കിയുള്ള ഫോം ഇതിൻ്റെ അകത്തിൽ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ഒന്നുകിൽ 0 to 7 വരെ ഉള്ളതിനെ ഓരോന്നോരോന്നായിട്ട് കണ്ട് ആഡ് ചെയ്യുക. ഇല്ലെങ്കിൽ 1 മൈനസ് ഓഫ് 8, 9 and 10ൻ്റെ കുറയ്ക്കുക. ഏത് വേണമെങ്കിലും ചെയ്യാം. നമ്പർ വലുതാകുമ്പോൾ നമുക്ക് ഏത് രീതിയിലാണോ സൗകര്യം അതനുസരിച്ച് ചെയ്യുക. അതനുസരിച്ച് ഈ വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പം ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആ തന്ന വാല്യൂ. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7. അറ്റ് മോസ്റ്റ് ആകുമ്പോൾ മാക്സിമമേ ആവുന്നുള്ളൂ. അതുകൊണ്ട് പി ഓഫ് എക്സ് ലെസ് ദാൻ എക്സിൻ്റെ വാല്യൂ 7ൽ താഴെ ആയിരിക്കണം. 0 തൊട്ട് 7 വരെ എന്നുള്ളതും ഈക്വൽ ടു വരുമ്പം പി ഓഫ് എക്സ് ഈക്വൽ ടു 7 എന്ന കേസസ് ആണ് എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഏതൊക്കെ കേസസ് ആണെന്നുള്ളതാണ് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് എങ്ങനെയാണ്, ഈക്വൽ ടു എങ്ങനെയാണ്, അറ്റ്മോസ്റ്റ് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ now we can go to the next question. Next question is 20 wristwatches in a box of 100 are defective. അപ്പം നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 20 wristwatches in a box of 100 are defective എന്ന് പറഞ്ഞാൽ 100 വാച്ചസ് അടങ്ങുന്ന ഒരു ബോക്സിൽ 20 വാച്ചസ് ഡിഫക്റ്റീവ് ആണ് എന്നാണ് പറഞ്ഞത് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് 10 വാച്ചസ് ആർ സെലക്റ്റഡ് അറ്റ് റാൻഡം, അതിൽ നിന്നും ഇപ്പോൾ ടോട്ടൽ ആ 100ൻ്റെ ഒരു ബോക്സിൽ നിന്നല്ല, ഇപ്പം നമ്മൾ ആ വാച്ച് മാനുഫാക്ചറിങ് കമ്പനിയിൽ 10 വാച്ചസ് സെലക്ട് ചെയ്യുകയാണ് റാൻഡമായിട്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ആ എടുത്ത 10ഉം 10 ആർ ഡിഫക്റ്റീവ്. ഫസ്റ്റ് കേസിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞു. സെക്കൻഡ് കേസിൽ 10 ആർ ഗുഡ്. തേർഡ് കേസ് അറ്റ്ലീസ്റ്റ് 1 വാച്ച് ഈസ് ഡിഫക്റ്റീവ്. ഫോർത്ത് അറ്റ്മോസ്റ്റ് 3 ആർ ഡിഫക്റ്റീവ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ 2 ക്വസ്റ്റ്യനിലും നമ്മൾ കോയിൻ ടോസ് ചെയ്യുകയായിരുന്നു. അതിൽ ഹെഡ് കിട്ടുക എന്നതായിരുന്നു സക്സസ് എന്ന് പറഞ്ഞത്. ഇവിടെ സക്സസ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിഫക്റ്റീവ് ആകുന്നതാണ് സക്സസ് എന്ന് പറയുന്നത്. എടുക്കുന്ന വാച്ചസ് ഡിഫക്റ്റീവ് ആകുക എന്നുള്ളത്. കാരണം നമുക്കിവിടെ തന്നിരിക്കുന്ന എന്താണ്, 20 റിസ്റ്റ് വാച്ചസ് ഇൻ എ ബോക്സ് ഓഫ് 100 ആർ ഡിഫക്റ്റീവ് എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ അവിടുത്തെ പി എന്ന് പറയുന്ന വാല്യൂ ഈ ഡിഫക്റ്റീവ് വാച്ചസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത്. എന്നിട്ട് 10 ഡിഫക്റ്റീവ് ആകുന്നതും അറ്റ്ലീസ്റ്റ് 1 ഡിഫക്റ്റീവ്, അറ്റ്മോസ്റ്റ് 3 ഡിഫക്റ്റീവ് എന്നൊക്കെയായിരുന്നു ചോദ്യത്തിൽ വന്നിരിക്കുന്നത്. ഒരെണ്ണം മാത്രം 10 ആർ ഗുഡ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ സക്സസ് എന്ന് പറയുന്നത് ഡിഫക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. ഡിഫക്റ്റ് ആയതുകൊണ്ട് അത് ഫെയിലുവർ എന്നുള്ളതല്ല. എടുക്കുന്ന അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന വാച്ച് ഡിഫക്റ്റീവ് ആകുക എന്നുള്ളത് സക്സസ് കേസായിട്ട് കൺസിഡർ ചെയ്യാം. ഇനി എന്തുകൊണ്ട് ഇവിടെ തന്ന പ്രോബബിലിറ്റി 20 റിസ്റ്റ് വാച്ചസ് ഇൻ എ ബോക്സ് ഓഫ് 100 ആർ ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ 100 എണ്ണത്തിൽ 20 എണ്ണം ഡിഫക്റ്റീവ് ആകുന്നു എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് റിസ്റ്റ് വാച്ച് എന്ന് പറയുന്നത് അതാണ് നമുക്കിവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നത്. എത്രയാണ്? പി ഇസ് ഈക്വൽ ടു 20/100. 100 എണ്ണത്തിൽ 20 എണ്ണം. സോ പി ഇസ് ഈക്വൽ ടു അപ്പോൾ 20 ഔട്ട് ഓഫ് 100 റിസ്റ്റ് വാച്ചസ് ആർ ഡിഫക്റ്റീവ് തന്നിരിക്കുന്നത് കൊണ്ട് പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് റിസ്റ്റ് വാച്ച്, ഒരു ഡിഫക്റ്റീവ് റിസ്റ്റ് വാച്ച് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് പി ഇസ് ഈക്വൽ ടു 20/100 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/5. പിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ക്യൂ ഓട്ടോമാറ്റിക്കായിട്ട് കാണാം. 1 മൈനസ് 1/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 4/5 എന്നാണ്. ഓക്കെ, അപ്പം പി കിട്ടി, ക്യൂ കിട്ടി. ഇനി എൻ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ എന്തായിരിക്കും? സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞത് എത്ര എണ്ണം എടുത്തിട്ടാണ് 10 ഡിഫക്റ്റീവ് അല്ലെങ്കിൽ 3 ഡിഫക്റ്റീവ് എന്നൊക്കെ കാണാൻ പറഞ്ഞത്. റാൻഡമായിട്ട് 10 വാച്ച് എടുത്തിട്ട്, അപ്പോൾ സാമ്പിളായിട്ട് എടുക്കുന്ന എത്രയാണ് കൺസിഡർ ചെയ്യുന്നത്? 10 വാച്ചസിനെയാണ്. സോ എൻ എത്രയായിട്ട് എടുക്കേണ്ടത്? 10 വാച്ചസ് ആർ സെലക്ടഡ് അറ്റ് റാൻഡം, ദെർഫോർ എൻ ഇസ് ഈക്വൽ ടു 10. മനസ്സിലായോ? അപ്പോൾ പി കിട്ടി, ക്യൂ കിട്ടി, എൻ കിട്ടി. നമുക്കപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോം ചെയ്യുന്ന എല്ലാ പാരാമീറ്റേഴ്സും ആയി കഴിഞ്ഞല്ലോ. നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോം എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. ഹിയർ എക്സ് ടേക്സ് വാല്യൂസ് 0 to 10 വരെ, 0, 1, 2, 3 എക്സെട്ര അപ് ടു 10. എന്നിൻ്റെ വാല്യൂ 10 ആയതുകൊണ്ട് അപ്പം നമുക്ക് എങ്ങനെ അതിനെ ആ വാല്യൂസ് കിട്ടിയ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുമ്പോൾ എങ്ങനെ വരും? 10cx, പിയുടെ വാല്യൂ 1/5 ആണ്. അപ്പം 1/5 റൈസ് ടു എക്സ്, ക്യൂയുടെ വാല്യൂ 4/5, ദെർഫോർ 4/5 റൈസ് ടു 10 മൈനസ് എക്സ്. ഇതാണ് ഇപ്പോൾ ബൈനോമിയലിൻ്റെ ഫോം എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി നമ്മുടെ ഓരോ കേസസിലേക്ക് പോകാം. ഫസ്റ്റ് കേസ്, പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് 10 ഡിഫക്റ്റീവ് വാച്ചസ്. 10 റാൻഡമായിട്ട് 10 വാച്ചസ് സെലക്ട് ചെയ്തെടുത്തപ്പോൾ 10ഉം ഡിഫക്റ്റീവ് ആകാനുള്ള സാധ്യതയാണ് ആദ്യം ചോദിച്ചത്. അതിനെ ഞാൻ വേറൊരു രീതിയിൽ പറഞ്ഞാൽ എക്സാക്ട്ലി 10 ഡിഫക്റ്റീവ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരും. എക്സാക്റ്റ് ആകുമ്പോൾ എങ്ങനെയാണ്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 10. 10ഉം ഡിഫക്റ്റീവ് ആകാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 10 എന്നർത്ഥം. ദെർഫോർ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 10. ദാറ്റ് മീൻസ് 10c. 10 എക്സിന് 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 10c, 10, 1/5 raised to 10, 4/5 raised to 10 minus 10. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 10ൻ്റെ വാല്യൂ കിട്ടും. രണ്ടാമത്തെ കേസിലാണ് ശ്രദ്ധിക്കേണ്ടത്, പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് 10 ഗുഡ് വാച്ചസ്. അപ്പോൾ ഡിഫക്റ്റീവ് ആണ് ഇവിടെ സക്സസ് എന്ന് പറയുമ്പോൾ, ഫെയിലുവർ ആണ് ഗുഡ് വാച്ച് കിട്ടുക എന്നുള്ളത്. മനസ്സിലായോ? ഓപ്പോസിറ്റ് മീനിങ് ആണ്. അപ്പോൾ ഗുഡ് എന്ന് പറഞ്ഞാൽ നോ ഡിഫക്റ്റീവ്, ഡിഫക്ട്സ് ഇല്ലാത്ത 10 എണ്ണം എത്ര എന്നാണ് ചോദിച്ചത്. ഡിഫക്ട്സ് ഒന്നും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 0 എന്നർത്ഥം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് 10 ഗുഡ് വാച്ചസ്, എടുക്കുന്നതെല്ലാം ഗുഡ് ആകുക എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റ് ഇല്ല എന്നർത്ഥം. ഡിഫക്റ്റ് ഇല്ലാത്ത കേസ് എന്ന് പറയുമ്പം നമ്മളിവിടെ പി എന്ന് പറഞ്ഞെടുത്തിരിക്കുന്ന പ്രോബബിലിറ്റി ഓഫ് സക്സസിനെ ഇവിടെ കാണിച്ചിരിക്കുന്ന പി നമ്മൾ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? ഡിഫക്റ്റീവ് വാച്ച് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഡിഫക്റ്റീവ് വാച്ച് കിട്ടില്ല എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നർത്ഥം. മനസ്സിലായോ? 10 എണ്ണം എടുത്തതിൽ ഒന്നുപോലും ഡിഫക്റ്റീവ് അല്ലെങ്കിൽ ബാഡ് ആയിട്ടുള്ളതില്ല എന്നർത്ഥം. ദാറ്റ് മീൻസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഗുഡ് എന്നുദ്ദേശിക്കുന്നത് നോ ഡിഫക്റ്റീവ്. ഓക്കെ, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നാണ് അർത്ഥം. അപ്പോൾ 10c 0, 1/5 raised to 0, 4/5 raised to 10 minus 0 എന്നാണ് കാണേണ്ടത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ വാല്യൂ കിട്ടും. ഇതിൻ്റെ അകത്ത് 10c 0, 1/5 raised to 0. എനി നമ്പർ റൈസ് ടു 0 ഇസ് ദ വാല്യൂ 1 ആണ്. അതാണ് 1/5 raised to 0 എന്ന് പറയുന്നത് 1 എന്ന് എഴുതുന്നത്. 10c 0 കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ദാറ്റ് ഈസ് ഓൾസോ 1. സോ 1 × 1 × 4/5 raised to 10 എന്ന് പറയും. അതാണ് ഈ ഫോമിലേക്ക് എഴുതുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതാണ്. എന്തായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് അറ്റ്ലീസ്റ്റ് 1 ഡിഫക്റ്റീവ് വാച്ച് എന്ന് പറയുന്നത്. ഒരെണ്ണമെങ്കിലും ഡിഫക്റ്റീവ് ആകുക എന്നുദ്ദേശിക്കുന്നു. ഒരെണ്ണമെങ്കിലും ഡിഫക്റ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, ഒന്നോ ഒന്നിൽ കൂടുതലോ. അറ്റ്ലീസ്റ്റ് മിനിമം 1 എന്നുള്ളതിനെ എപ്പോഴും കാണിക്കുന്നതാണ് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ആൻഡ് ഇവിടെ ഇപ്പം 1 തൊട്ട് എവിടം വരെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ നമുക്ക് 1, 2 ഡിഫക്റ്റീവ് ആകാം, 3 ഡിഫക്റ്റീവ് ആകാം, 4 ആകാം, 5 ആകാം, 6 ആകാം, 7 ആകാം, 8 ആകാം, 9 ആകാം, 10. മിനിമം ഒരെണ്ണമെങ്കിലും ഡിഫക്റ്റീവ് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പം നമുക്ക് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 എക്സെട്ര അപ് ടു പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 10 വരെ ചെയ്യുകയാണ്. അപ്പോൾ ആ ചെയ്യുന്നതിനെ വീണ്ടും നമുക്ക് എങ്ങനെ എടുക്കാം? നേരത്തെ പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ടോട്ടൽ പ്രോബബിലിറ്റിയിൽ നിന്നും തിരിച്ച് ബാക്കിയുള്ളത് മൈനസ് ചെയ്ത് കാണാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു, ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1 മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ 1. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പം 1ൽ താഴെയുള്ളതിനെ ഇതിൽ നിന്നും മൈനസ് ചെയ്ത് കഴിയും. 1ൽ താഴെയുള്ളത് എക്സ് 0 എന്ന കേസേ ഉള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ അത് നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 4/5 റൈസ് ടു 10 എന്ന ഫോമിലേക്ക് വരും. മനസ്സിലായോ? അപ്പോൾ അടുത്തത് നാലാമത്തെ കേസിൽ എന്താ പറഞ്ഞത്? ഫൈൻഡ് അറ്റ്മോസ്റ്റ് 3 ഡിഫക്റ്റീവ് വാച്ചസ്. അറ്റ്മോസ്റ്റ് മീൻസ് എന്തായിരുന്നു? മാക്സിമം 3 ഡിഫക്റ്റീവ് വാച്ചസ്. 10 എണ്ണം റാൻഡമായിട്ട് എടുക്കുമ്പോൾ അതിൽ മാക്സിമം 3 എണ്ണം ഡിഫക്റ്റീവ് ആകാനുള്ള സാധ്യത കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഹിയർ ഇറ്റ് ഈസ് പി ഓഫ് മാക്സിമം എന്ന് പറയുമ്പം എങ്ങനെ കാണണമെന്ന് പറഞ്ഞു? അറ്റ്മോസ്റ്റ് ആകുമ്പം പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അറ്റ്മോസ്റ്റ് എന്ന് പറയുമ്പം ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ 3 ആയതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ലെസ് ദാൻ 3 എന്ന് പറയുന്ന ഏതൊക്കെ കേസസ് വരും? എക്സിന് ഏതൊക്കെ വാല്യൂസ് വരാം? 0 വരാം, 1 വരാം, 2 വരാം, 3. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, അതുകൊണ്ട് 3 വരെ. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3. അപ്പോൾ ഇതിപ്പം 4 ടേം ആയതുകൊണ്ട് നമുക്ക് ഓരോന്നിനും ഇൻഡിവിജ്വലായിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. മനസ്സിലായല്ലോ? ഫൈനൽ ആൻസർ ഞാനിവിടെ എഴുതിയിട്ടില്ല.
നിങ്ങൾ ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുക. 10C0 1/5 റൈസ് ടു 0, ക്യൂയുടെ വാല്യൂ 4/5 റൈസ് ടു 10. ഇതുപോലെ എക്സ് 1 ആകുന്നത് എക്സ് 2 ആകുമ്പോൾ എക്സ് 3 ആകുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ അത് ഡിസ്ട്രിബ്യൂഷൻ ഫോമിൽ തന്നിരിക്കുന്ന വാല്യൂസ് അല്ലെങ്കിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും എക്സാക്ട്ലി അല്ലെങ്കിൽ അറ്റ്മോസ്റ്റ് അല്ലെങ്കിൽ ഈക്വൽ ടു അറ്റ്ലീസ്റ്റ് ഒക്കെ കേസസ് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ. ഇനി വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. വിത്ത് ദ യൂഷ്വൽ നൊട്ടേഷൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി ഫോർ ബൈനോമിയൽ റാൻഡം വേരിയബിൾ എക്സ് ഇഫ് n is equal to 6 and 9 into p of x is equal to 4 is equal to p of x is equal to 2. അപ്പം ഇങ്ങനെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. 9 into p of x is equal to 4 is equal to p of x is equal to 2. ഇതാണ് തന്നിരിക്കുന്ന കണ്ടീഷൻ. തന്നിരിക്കുന്ന വേറെ അഡീഷണൽ വാല്യൂ എന്ന് പറയുന്നത് n is equal to 6 ആണ്. ഇത്രയും വാല്യൂസ് അല്ലെങ്കിൽ ഇത്രയും തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് p, ഈ പിയുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞത്. പി മീൻസ് പ്രോബബിലിറ്റി ഓഫ് സക്സസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് ആണെന്നറിയാം. ഹിയർ എൻ ഇസ് ഈക്വൽ ടു 6 എന്ന് തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്നിൻ്റെ സ്ഥാനത്ത് 6 ഇടുമ്പോൾ ഇതെങ്ങനെ വരും? 6ex പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു 6 മൈനസ് എക്സ് എന്ന ഫോമിലേക്ക് വരും. ഇനി നമുക്ക് തന്നിരിക്കുന്ന രണ്ട് കേസസ് എന്തൊക്കെയായിരുന്നു? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്നിരിക്കുന്നത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4ഉം റൈറ്റ് ഹാൻഡ് സൈഡിൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2ഉമാണ് ഇവിടെ തന്നിട്ടുള്ളത്, ആണല്ലോ. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4ഉം പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2ഉമാണ്. അപ്പോൾ ആദ്യം പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 ആണെങ്കിൽ എക്സിന് 4 എന്ന വാല്യൂ കൊടുക്കുമ്പോൾ ഇതെന്താകും? 6e4 പി റൈസ് ടു 4 ക്യൂ റൈസ് ടു 6 മൈനസ് 4 ആകും. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ 6e2 പി സ്ക്വയർ ക്യൂ റൈസ് ടു 6 മൈനസ് 2 എന്നും ആകും. ഇനി തന്ന കണ്ടീഷൻ എഴുതുക. 9 ഇൻറ്റു പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 ആൻഡ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇനി ഈ ഫോമിൽ എഴുതിയതിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ഇത് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് ഇവിടെ തന്നെ എഴുതാമായിരുന്നു. 6e4 പി റൈസ് ടു 4 ക്യൂ റൈസ് ടു ഈ 6 മൈനസ് 4 എങ്ങനെ മാറും? ക്യൂ സ്ക്വയർ ആകും. ഇവിടെ അത് ക്യൂ റൈസ് ടു 4ഉം ആകും. അപ്പോൾ നമ്മളിത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. 9 ഇൻറ്റു 6e4 പി റൈസ് ടു 4 ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു 6e2 പി സ്ക്വയർ ക്യൂ റൈസ് ടു 4 എന്ന ഫോമിലേക്ക് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യുമ്പോൾ 6e4ൻ്റെ വാല്യൂ കാൽക്കുലേറ്ററിൽ നിന്ന് കണ്ടുപിടിക്കുക, 6e2ൻ്റെ വാല്യൂം കാൽക്കുലേറ്ററിൽ നിന്ന് കണ്ടുപിടിക്കുമ്പം 9 ഇൻറ്റു 6e4 എന്ന് പറഞ്ഞാൽ 15 ആണ്. 15 ഇൻറ്റു പി റൈസ് ടു 4 ക്യൂബ് സ്ക്വയർ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു അഗെയിൻ 6e2യുടെ വാല്യൂം 15 ആണ്. 15 ഇൻറ്റു പി സ്ക്വയർ ഇൻറ്റു ക്യൂ റൈസ് ടു 4 എന്ന് വരും. ഇനി രണ്ട് സൈഡിലും കോമൺ ആയിട്ടുള്ളത് വെട്ടിക്കളയാൻ പറ്റുന്നത് വെട്ടിക്കളയുക. അപ്പോൾ 15 ഇവിടെ വെട്ടിക്കളയാം, ആണല്ലോ. 15 ഇവിടെ വെട്ടിക്കളയാം. പിന്നെ ഏതായിരുന്നു? പി സ്ക്വയറും പി റൈസ് ടു 4ഉം രണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പി സ്ക്വയർ വരും. ഈ സൈഡിൽ ഇവിടെ ക്യൂ സ്ക്വയറും ക്യൂ റൈസ് ടു 4ഉം തമ്മിലുള്ളത് ക്യാൻസൽ ചെയ്യുമ്പം ഇത് ക്യൂ സ്ക്വയറുമാകും. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 9p സ്ക്വയർ ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ. 9p സ്ക്വയർ ക്യൂ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇതെല്ലാം സ്ക്വയറിലായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്ത് സിംപ്ലിഫൈ ചെയ്തതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 3 സ്ക്വയർ അല്ലേ 9? അപ്പം ഇത് 3 സ്ക്വയർ പി സ്ക്വയർ ക്യൂ സ്ക്വയർ എന്നർത്ഥം. സ്ക്വയർ റൂട്ട് അതിനെ സ്ക്വയർ റൂട്ട് സിംപ്ലിഫൈ ചെയ്തപ്പം 3p ഇസ് ഈക്വൽ ടു ക്യൂ എന്ന് വരും. ഇനി ക്യൂ നമുക്ക് എന്താണെന്നറിയാം. ക്യൂ ക്യാൻ ബി ഡിനോട്ടഡ് ആസ് 1 മൈനസ് പി. സോ ഇത് 3p ഇസ് ഈക്വൽ ടു 1 മൈനസ് പി എന്ന് വരും. ഈ പി ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്ന 4p ഇസ് ഈക്വൽ ടു 1. ദർഫോർ p ഇസ് ഈക്വൽ ടു 1/4. പിയുടെ വാല്യൂ കണ്ടുപിടിക്കാനല്ലായിരുന്നു ക്വസ്റ്റ്യൻ. സോ p ഇസ് ഈക്വൽ ടു 0.25 എന്ന് വരുന്നു. മനസ്സിലായോ? 3p ഇസ് ഈക്വൽ ടു 1 മൈനസ് p എന്നാണ്. 3p ഇസ് ഈക്വൽ ടു 1 മൈനസ് p. p ഞാൻ ഈ വശത്തോട്ട് കൊണ്ടുവരുമ്പോഴാണ് 3p പ്ലസ് p ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 4p ഇസ് ഈക്വൽ ടു 1. സോ p ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 4. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ബ്രിങ് ഔട്ട് ദ ഫാലസി
ദ ഫോളോയിങ്. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് മെയിൻ ചെയ്യുന്നത്. തന്നിരിക്കുന്ന ഡേറ്റാസ് എല്ലാം കറക്റ്റ് ആണോ, അതിനാണ് അവർ വേറെ രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയെന്നുള്ളൂ. ബ്രിങ് ഔട്ട് ദ ഫാലസി ഇൻ ദ ഫോളോയിങ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഒരു നോട്ട് ചെയ്ത് നോക്കുക, അത് കറക്റ്റ് ആണോ തന്നിരിക്കുന്ന ഡേറ്റ. ദ മീൻ ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് 5 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 3. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് മീൻ വാല്യൂ 5 എന്നും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 എന്നുമാണ്. അപ്പം ഞാൻ നേരത്തെ പ്രോപ്പർട്ടീസ് പഠിപ്പിച്ചതിൽ മീൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പറഞ്ഞിരുന്നു. മീൻ ഈസ് റെപ്രസെൻറ്റഡ് ആസ് NP. സോ NP ഇസ് ഈക്വൽ ടു 5 ഒരു ഇക്വേഷൻ. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് NPQ ആണ് 3 എന്ന് പറയുന്നത്. അപ്പോൾ റൂട്ട് ഓഫ് NPQ 3 എന്ന് പറയുമ്പം വേരിയൻസ് നമുക്ക് എഴുതാം, അതിൻ്റെ സ്ക്വയർ ആണെന്ന് പറഞ്ഞിരുന്നു. NPQ ഇസ് ഈക്വൽ ടു 9. അത് രണ്ടാമത്തെ ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ NP5ഉം NPQ 9ഉമായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ B ഡിവൈഡഡ് ബൈ A, B divided by A, NPQ divided by NP is equal to 9/5. and അപ്പോൾ NP എന്ന് പറയുന്നതിൻ്റെ അകത്തിൽ NP ഇവിടെയും വെട്ടിപ്പോവും, താഴെയും മേളിലും ഉള്ളതുകൊണ്ട് കോമൺ വെട്ടി കഴിയുമ്പോൾ ഈ സൈഡിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിട്ടുന്നത് Q, ആൻഡ് Q is equal to 9/5 എന്നാണ്. 9/5 ഡിവൈഡ് ചെയ്യുമ്പോൾ 1.8 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചതനുസരിച്ച് എന്താണ് P+Q, ദ ടോട്ടൽ പ്രോബബിലിറ്റി P+Q എപ്പോഴും 1 ആയിരിക്കണം എന്നാണ്. ഓക്കെ, അപ്പോൾ ഒരിക്കലും ക്യൂയുടെ വാല്യൂ 1ൽ കൂടാൻ പാടില്ലല്ലോ. പിയും ക്യൂവും കൂടെ ചേരുമ്പം ടോട്ടൽ 1 വരാവുള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പോൾ ക്യൂവിന് തന്നെ 1.8 വന്നു. ബട്ട് ക്യൂ കനോട്ട് ബി ഗ്രേറ്റർ ദാൻ 1. മനസ്സിലായോ? പിയോ ക്യൂവോ 1നേക്കാൾ കൂടുതൽ വരാൻ പാടില്ല. പിയും ക്യൂവും കൂടെ ചേരുമ്പോഴാണ് 1 വരുന്നത്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ഈസ് റോങ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ചെറിയ ഷോർട്ട് ആൻസറിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം. എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിനെ കമൻറ്റ് ചെയ്യാമെന്നോ അല്ലെങ്കിൽ ബ്രിങ് ഔട്ട് ദ ഫാലസി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡേറ്റ നമ്മൾ പഠിച്ച റിസൾട്ടിൽ അപ്ലൈ ചെയ്യുക. ഇവിടെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ആയതുകൊണ്ട് NPയും റൂട്ട് ഓഫ് NPQവുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. റൂട്ട് ഓഫ് NPQ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാം, വേരിയൻസിലേക്ക് മാറ്റാം. എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആക്കുക NPQ 9. ദെൻ ഇതിനെ നമുക്ക് ഏത് ഓപ്പറേഷൻ യൂസ് ചെയ്യണമെന്നുള്ളത് നമുക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഉള്ള വാല്യൂസ് അല്ലെങ്കിൽ ഉള്ള ഇക്വേഷൻ്റെ ഫോം ഒന്ന് നോക്കിയതിന് ശേഷമാണ്. ഇവിടെ ഇപ്പം നമുക്ക് B ഡിവൈഡഡ് ബൈ A ചെയ്യുമ്പോൾ എന്ത് കിട്ടും, Q മാത്രമായിട്ട് കിട്ടും. അപ്പോൾ ക്യൂയുടെ വാല്യൂ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. Q ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ് എന്ന് എഴുതാവുന്നതാണ്. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മെയിൻ 3 ആൻഡ് വേരിയൻസ് 2. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോം ചെയ്യാനാണ് പറഞ്ഞത്, വാല്യൂ അല്ല. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയും എന്താ തന്നിട്ടുള്ളത്, മെയിൻ തന്നിട്ടുണ്ട്, വേരിയൻസ് തന്നിട്ടുണ്ട്. നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. മെയിൻ എന്ന് പറയുന്നത് എന്താണ്, NP ഇസ് ഈക്വൽ ടു 3. ഇവിടെ മെയിൻ 2 എന്ന് എഴുതിയിരിക്കുന്നത് തെറ്റാണ്. മെയിൻ ഇസ് ഈക്വൽ ടു 3 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ NP ഇസ് ഈക്വൽ ടു 3 ആണ്. വേരിയൻസ് ഇസ് ഈക്വൽ ടു 2 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ വേരിയൻസിനെ എന്താ ഡിനോട്ട് ചെയ്യുന്നത്, NPQ ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് NPQ ആണ്. NPQ ഇസ് ഈക്വൽ ടു 2. അപ്പോൾ ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, Nൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. ഇതിൽ നിന്നും ആദ്യം Q കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം, NPQ ഡിവൈഡ് ചെയ്യുക. NPQ ഡിവൈഡഡ് ബൈ NP എന്ന് പറഞ്ഞാൽ 2/3 ഫോമിൽ വരും. അതിൽ നിന്നും Qയുടെ വാല്യൂ കിട്ടി. NPയും NPയും വെട്ടിപ്പോകുമ്പം Q ഇസ് ഈക്വൽ ടു 2/3 എന്ന് കിട്ടി. അപ്പോൾ Q കിട്ടിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് P കണ്ടുപിടിക്കാമല്ലോ. 1 മൈനസ് Q ഇസ് ഈക്വൽ ടു 1 മൈനസ് 2/3 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3. ഓക്കെ, അപ്പോൾ NP, അപ്പോൾ ഇവിടെ Q കിട്ടി, P കിട്ടി. അപ്പം നമുക്കിനി എന്ത് വേണം, ഒരു ബൈനോമിയൽ ഫോം എഴുതണമെങ്കിൽ NCX P⁻x Q⁻n−x ആണ്. അതിൽ Q കിട്ടി, P കിട്ടി. ഇനി എന്ത് വേണം, N കിട്ടണം. അപ്പം ഇനി കിട്ടിയ ക്യൂവോ പിയോ എല്ലാം ഏതെങ്കിലും ഒരു റിസൾട്ടിൽ NPയിലോ NPQയിലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് Nൻ്റെ വാല്യൂ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ NP ഇസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് P ഇസ് ഈക്വൽ ടു 1/3 കിട്ടിയതുകൊണ്ട് നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. N ഇൻറ്റു 1/3 ഇസ് ഈക്വൽ ടു 3, ദെർഫോർ N ഇസ് ഈക്വൽ ടു 9. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെ കിട്ടി, N കിട്ടി, P കിട്ടി, Q കിട്ടി. ഇപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എഴുതാമല്ലോ. സോ ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് P of x is equal to x and that is equal to NCX P⁻x Q⁻n−x. ഇവിടെ Nനും Pക്കും Qനും കിട്ടിയ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 9CX 1/3 2/3 9-x. എക്സിന് എന്തൊക്കെ വാല്യൂസ് എടുക്കാം, N 9 ആയതുകൊണ്ട് 0 തൊട്ട് 9 വരെ എടുക്കാം. x takes values 0 1 2 3 etc. up to 9. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ബൈനോമിയൽ തരുന്ന ഡേറ്റയിൽ നിന്ന് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോം ചെയ്യുക എന്ന് പറയുന്നത്.
ഇനി നമുക്ക് ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. When a binomial distribution is to be fitted to an observed data, then the following. എന്ന് വെച്ചാൽ നമ്മൾ തിയററ്റിക്കൽ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫിറ്റിംഗ് കൊണ്ട് മെയിൻ ചെയ്യുന്നത്. തന്നിരിക്കുന്നത് ഒബ്സർവ്ഡ് ഡേറ്റ ആയിരിക്കും, ഒബ്സർവേഷനിൽ നിന്നും കിട്ടിയ ഡേറ്റ തന്നിട്ടുണ്ടായിരിക്കും. ആൻഡ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ തിയററ്റിക്കൽ ഓർ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പുകൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് ഫൈൻഡ് ദ മീൻ വാല്യൂ. തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്നും മീൻ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ മീൻ എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ എക്സ് ബാർ യൂസ് ചെയ്താണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനാണ് എൻ പി. സോ എക്സ് ബാർ ഇസ് ഈക്വൽ ടു എൻ പി ഫോമിൽ ആ എൻ പി തന്നിരിക്കുന്ന മീൻ വാല്യൂവിൽ നിന്നും നമുക്ക് പി കണ്ടുപിടിക്കാം എക്സ് ബാർ ബൈ എൻ വെച്ചിട്ട്. എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് ട്രയൽസ് ആണ്, സ്മോൾ എൻ ആണെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി പി കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ഫൈൻഡ് ദ വാല്യൂ ഓഫ് ക്യൂ കണ്ടുപിടിക്കുക. അങ്ങനെ പിയും ക്യൂവും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യാം? ബൈനോമിയൽ ഫോമിലേക്ക് എഴുതാം. എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് ഫോമിലേക്ക് എഴുതാവുന്നതാണ്. ഇനി നൗ പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു, ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നൗ പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇടുക. അപ്പോൾ എന്താകും? പി ഓഫ് 0 ആണ് നമ്മൾ കണ്ടുപിടിക്കുക. പി ഓഫ് 0 കിട്ടുന്നു. ഇവിടെ ഇപ്പോൾ പി ഓഫ് 0 എന്ന് പറയുമ്പോൾ എക്സിന് 0 ഇട്ട് കഴിയുമ്പോൾ എൻ സി 0, പി റൈസ് ടു 0, ക്യൂ റൈസ് ടു എൻ മൈനസ് 0 കിട്ടുമ്പം ക്യൂ റൈസ് ടു എൻ എന്ന് കിട്ടുന്നു എന്നുള്ളതാണ്. നമ്മുടെ ആക്ച്വൽ പ്രോബ്ലത്തിൽ നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു 0 ഇടുമ്പം ഇതിൻ്റെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫോമിലേക്ക് വരും. അപ്പം പി ഓഫ് 0 കിട്ടിക്കഴിഞ്ഞാൽ, ഇത് പി ഓഫ് 0 ആണ്, എഫ് അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പുട്ടിങ് എക്സ് ഇസ് ഈക്വൽ ടു 0 വി ഗെറ്റ് പി ഓഫ് 0. ഇനി പി ഓഫ് 0 കിട്ടിക്കഴിഞ്ഞാൽ ദെൻ ഫൈൻഡ് ഔട്ട് എഫ് ഓഫ് 0. എങ്ങനെ എഫ് ഓഫ് 0 കാണേണ്ടത്? ക്യാപിറ്റൽ എൻ. എൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? എൻ സെറ്റ്സ് ഓഫ് വാല്യൂസ് ഇൻഡിപെൻഡൻറ്റ് ട്രയൽസ് എന്ന് പറഞ്ഞു. ടോട്ടൽ എൻ ഇൻഡിപെൻഡൻറ്റ് ട്രയൽസിൻ്റെ പല സെറ്റുകൾ ഉണ്ടായിരിക്കും. ആ ടോട്ടൽ സെറ്റ് എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ എൻ ഡിനോട്ട് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ആ ക്യാപിറ്റൽ എൻ കൊണ്ട് പി ഓഫ് 0 മൾട്ടിപ്ലൈ ചെയ്യുമ്പം എഫ് ഓഫ് 0 കിട്ടും. അപ്പോൾ അത് എഫ് ഓഫ് 0 ആയി. ഇനി എന്ത് ചെയ്യണം? നാലാമത്തെ സ്റ്റെപ്പിൽ അതർ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ്, എക്സ്പെക്റ്റഡ് ഓർ തിയററ്റിക്കൽ ഫ്രീക്വൻസീസ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ യൂസിങ് ദ ഫോർമുല, റെക്കറൻസ് ഫോർമുല എഫ് ഓഫ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു, ഈ ഫോർമുല കാണാതെ പഠിക്കുക, ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചതുപോലെ തന്നെ. എഫ് ഓഫ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു എൻ മൈനസ് എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു പി ബൈ ക്യൂ ഇൻറ്റു എഫ് ഓഫ് എക്സ്. മനസ്സിലായോ? ഇതുപോലെ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിലും ഫിറ്റിങ്ങിന് ഒരു ഫോർമുല, റെക്കറൻസ് ഫോർമുല യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഫോർമുലയും പഠിച്ചിരിക്കണം. അത് പോയ്സോണിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ബൈനോമിയലിന് വേണ്ടി എഫ് ഓഫ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു എൻ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു പി ബൈ ക്യൂ ഇൻറ്റു എഫ് ഓഫ് എക്സ്. അപ്പോൾ ഈ റെക്കറൻസ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വീണ്ടും എക്സിൻ്റെ വാല്യൂസ് എങ്ങനെ വരണം? 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. എക്സ് 0 തൊട്ട് എൻ വരെ. അപ്പോൾ 0 ഇടുമ്പോൾ എന്ത് വരും? F1 കിട്ടും. F1 ഇടുമ്പം F2 കിട്ടും. F2 ഇടുമ്പോൾ F ഓഫ് 3 കിട്ടും. അങ്ങനെ ഓരോന്നിൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട്. F0 നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ടല്ലോ. എഫ് ഓഫ് 0 എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൻ ഇൻറ്റു പി ഓഫ് 0 ആണ്. ആ എഫ് ഓഫ് 0 ആണ് ഇതിൻ്റെ അകത്തിൽ. എക്സ് 0 ഇട്ട് എഫ് ഓഫ് 0 പ്ലസ് 1 ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ആ എഫ് ഓഫ് 0 ആണ് ഇവിടെ മൾട്ടിപ്പിൾ ഉണ്ട്. അപ്പോൾ അതിന് പ്രീവിയസ് ആയിട്ട് കിട്ടുന്ന വാല്യൂസ് ഓരോന്നാണ് ഇതിനകത്തേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ബാക്കിയുള്ള എല്ലാ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസും കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം മീൻ എന്താണെന്ന് അറിയുക. മീൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എക്സ് ബാർ ഇസ് ഈക്വൽ ടു എൻ പി, മീനിൻ്റെ വാല്യൂ ആണ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു എൻ പി ഇക്വേറ്റ് ചെയ്യുക. ആ വാല്യൂവിൽ നിന്നും പിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. എക്സ് ബാറും ഡിവൈഡഡ് ബൈ എൻ. എൻ നമ്പർ ഓഫ് ട്രയൽസ് ക്വസ്റ്റനിൽ നമുക്കറിയാമായിരിക്കും, കിട്ടും എൻ ക്വസ്റ്റനിൽ നിന്ന് തന്നെ. പി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ക്യൂ കണ്ടുപിടിക്കുക. പിയും ക്യൂവും എന്നും ഉണ്ടായി കഴിയുമ്പോൾ അല്ലെങ്കിൽ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഫോമിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എഴുതാവുന്നതാണ്. അത് എഴുതി കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ പി ഓഫ് എക്സ് കിട്ടും. ആ പിയിൽ 0, എക്സിന് 0 എന്ന വാല്യൂ കൊടുത്തിട്ട് പി ഓഫ് 0യുടെ വാല്യൂ കണ്ടുപിടിക്കുക. ആ പി ഓഫ് 0 കിട്ടിക്കഴിഞ്ഞാൽ നേരെ എഫ് ഓഫ് 0 കാണുക. എഫ് ഓഫ് 0 കാണേണ്ടത് ക്യാപിറ്റൽ എൻ ഇൻറ്റു പി ഓഫ് 0 ആണ്. എഫ് ഓഫ് 0 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കാൻ ഈ റെക്കറൻസ് ഫോർമുല യൂസ് ചെയ്യുക. എഫ് ഓഫ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു എൻ മൈനസ് എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു പി ബൈ ക്യൂ എഫ് ഓഫ് എക്സ്. അങ്ങനെ ബാക്കി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസും കണ്ടുപിടിക്കും. ഇനി നമുക്ക് ഫിറ്റിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കുക. എ സെറ്റ് ഓഫ് 3 സിമിലർ കോയിൻസ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. എ സെറ്റ് ഓഫ് 3 സിമിലർ കോയിൻസ് ആർ ടോസ്ഡ് 100 ടൈംസ് വിത്ത് ദ ഫോളോയിങ് റിസൾട്ട്സ്. മനസ്സിലായോ?
3 കോയിനാണ് എത്ര പ്രാവശ്യം 100 പ്രാവശ്യം ഒരേപോലെ എറിയുന്നു എന്ന് പറയുന്നത്. സിമിലർ കോയിൻസ് ആർ ടോസ്ഡ് 100 ടൈംസ് വിത്ത് ദ ഫോളോയിങ് റിസൾട്ട്സ്. അതിൻ്റെ അകത്തിൽ അവർക്ക് കണ്ടുപിടിച്ച് ഒബ്സർവ് ചെയ്ത വാല്യൂസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഒരു 0 നമ്പർ ഓഫ് ഹെഡ്സും ഫ്രീക്വൻസിയും. 0 നമ്പർ ഓഫ് ഹെഡ്സ് കിട്ടാത്ത 36 പ്രാവശ്യം ഹെഡ് വന്നിട്ടില്ല. ഒരു പ്രാവശ്യം ഹെഡ് വന്നത് 40 എണ്ണമാണ്, 40 തവണ. 2 ഹെഡ് വന്നത് 22 തവണയും 3 ഹെഡ് വന്നത് 2 തവണയും ആണ് എന്നാണ് ഒബ്സർവ് ഡേറ്റ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് എക്സ് ആയിട്ടും ഏതാണ് നമ്പർ ഓഫ് ഹെഡ്സ്, ഇത് ഫ്രീക്വൻസിയാണ് എഫ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറയുന്നത് എക്സ് ആയിട്ടും ഇത് എഫ് ആയിട്ടും കൺസിഡർ ചെയ്യുക. 0, 1, 2, 3 എക്സിൻ്റെ വാല്യൂ 0, 1, 2, 3യും ഫ്രീക്വൻസി അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞ സ്റ്റെപ്പ് എന്താണ്? മീൻ വാല്യൂ കണ്ടുപിടിക്കുക. തന്ന ഡേറ്റയിൽ നിന്നും മീൻ കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ സാധാരണ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുമ്പോൾ മീൻ എങ്ങനെയാണ് കാണുന്നത്? എക്സും എഫും തന്നിട്ടുണ്ടെങ്കിൽ എക്സ് വാല്യൂസ് 0, 1, 2, 3യും എഫ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് 0ക്ക് 36, 1ന് 40, 2ന് 22, 3ന് 2 ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു എഫ്, സാധാരണ എക്സ് ബാർ കണ്ടുപിടിക്കുന്ന ഫോർമുല ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോർമുലയാണ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു സം ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ സം ഓഫ് എഫ്. ഫ്രീക്വൻസി ഉള്ളതുകൊണ്ട് സം ഓഫ് എഫ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ടേബിളിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോളവും കൂടി ആഡ് ചെയ്യുക. എക്സ് ഇൻറ്റു എഫ് എന്ന് പറയുന്നത് 0 × 36 0, 1 × 40 40, 2 × 22 44, 3 × 2 6. ഇനി ഓരോ 2 കോളത്തിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക. ഫ്രീക്വൻസിയുടെ ടോട്ടൽ സമ്മ് 100 ആണ്. 100 ടൈംസ് അല്ലേ അത് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം 36 പ്രാവശ്യം ഒരു ഹെഡ് വരാത്തത്, ഒരു ഹെഡ് വന്ന 40 തവണ, 2 ഹെഡ് വന്നത് 22, 3 ഹെഡ് വന്ന 2, ഇതെല്ലാം കൂടെ കൂട്ടുമ്പം സം ഓഫ് എഫ് എന്ന് പറയുന്നത് ഇതാണ് ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? 100 ടൈംസ് 100 ടോട്ടൽ കിട്ടി. ഇനി സം ഓഫ് എക്സ് ഇൻറ്റു എഫിൻ്റെ സമ്മും ഇതുപോലെ കണ്ടുപിടിക്കുക 90. അപ്പം ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മീൻ കണ്ടുപിടിക്കാം. എക്സ് ബാർ എന്ന് പറയുന്നത് സം ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ സം ഓഫ് എഫ് എന്ന് പറയുന്നത് 90/100 ദാറ്റ് ഈസ് 0.9 ആണ്. അപ്പോൾ എക്സ് ബാർ എന്താണെന്ന് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ എക്സ് ബാർ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? NP ആണ്. അപ്പോൾ 0.9 ഇസ് ഈക്വൽ ടു n ഇൻറ്റു പി എന്നർത്ഥം. ഇവിടെ n എത്രയാണ്? ഈ എക്സിൻ്റെ വാല്യൂസിൽ 0, എക്സ് ക്യാൻ ടേക്ക് വാല്യൂ 0, 1, 2, 3. സോ സ്മോൾ n റെപ്രസെൻറ്റ്സ് 3. മനസ്സിലായി? തെറ്റിപ്പോരുത്. 1, 2, 3, 4 എന്ന് എടുക്കരുത്. എക്സ് നമ്മൾ എപ്പോഴും ബൈനോമിയൽ എഴുതുമ്പോഴും ഫംഗ്ഷൻ എഴുതുമ്പോഴും എക്സ് വിൽ ടേക്ക് വാല്യൂസ് 0, 1, 2, 3 എക്സെട്ര അപ് ടു n എന്നാണ് പറഞ്ഞിരുന്നത്. സോ എക്സ് ഇവിടെ n എന്ന് പറയുന്ന വാല്യൂ എന്താണ്? 3. അപ്പോൾ എന്തൊക്കെ കിട്ടി? എക്സ് ബാർ കിട്ടി, അതിൽ പി കണ്ടുപിടിച്ചു. പി കണ്ടുപിടിക്കണം. പി കണ്ടുപിടിക്കാൻ എക്സ് ബാർ അറിയാം. എക്സ് ബാർ 0.9 ആണ്, n എന്ന് പറയുന്ന 3 ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം പി ഇസ് ഈക്വൽ ടു 0.9/3 ആൻഡ് ദാറ്റ് ഈസ് 0.3. അപ്പോൾ ഇവിടെ ഇപ്പോൾ n അറിയാം, പി അറിയാം. ഇനി നമുക്ക് എന്ത് വേണം? ക്യൂ കണ്ടുപിടിക്കാൻ 1 - p വയ്ക്കുമ്പോൾ ക്യൂവും കിട്ടി. അപ്പോൾ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എഴുതാവുന്നതാണ്. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് NCX p⁻x q⁻n - x ഫോമിൽ എഴുതുക. ഇനി ഇവിടെ n 3, p is equal to 0.3, q is equal to 0.7. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് p of x എഴുതുക. 3cx 0.3 x 0.7 3 - x. ഇനി ആദ്യം അതിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ പറഞ്ഞത്? ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് പി ഓഫ് 0. പുട്ടിങ് എക്സ് ഇസ് ഈക്വൽ ടു 0 യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് പി ഓഫ് 0. അപ്പോൾ പി ഓഫ് 0 ഇസ് ഈക്വൽ ടു 3c0 0.3 0 0.7 3 - 0. അപ്പോൾ ഈ പി ഓഫ് 0യുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ പറഞ്ഞത്? യു ഹാവ് ടു ഫൈൻഡ് എഫ് ഓഫ് 0. എഫ് ഓഫ് 0 എങ്ങനെ കാണണം? ക്യാപിറ്റൽ N ഇൻറ്റു പി ഓഫ് 0. ക്യാപിറ്റൽ N എന്ന് പറയുന്നതാണ് സം ഓഫ് ദ ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ N എത്രയായിരുന്നു? എം ഓഫ് എഫ് എന്ന് പറയുന്നത് 100 ആയിരുന്നു. സോ 100 × 0.343 ആ വാല്യൂ ഇവിടെ കിട്ടി 34.3. ഇനി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് എങ്ങനെ കാണണം എന്ന് പറഞ്ഞാൽ യൂസിങ് ദ ഫോർമുല എഫ് ഓഫ് x + 1 ഇസ് ഈക്വൽ ടു n - x x + 1 ഡിവൈഡഡ് ബൈ x + 1 ഇൻറ്റു p/q ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇനി ഇതിലേക്ക് ഈ ഇക്വേഷനിലേക്ക് എക്സിൻ്റെ വാല്യൂസ് പുട്ടിങ് x ഇസ് ഈക്വൽ ടു 0, 1, 2. എന്തുകൊണ്ടാണ് 1, 2 വരെ മതി എന്ന് പറഞ്ഞത്? നമുക്ക് 0 എക്സിന് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? എഫ് ഓഫ് 1 കിട്ടും. 1 എഫിന് കൊടുക്കുമ്പം എഫ് ഓഫ് 2 കിട്ടും.
2fന് കൊടുക്കുമ്പോൾ f(3) കിട്ടും. അവിടെ x 0, 1, 2, 3 വരെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് xന്റെ വാല്യൂസ് 0, 1, 2 കൊടുക്കുമ്പോൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് വരുന്നത് നോക്കുക. when x is equal to 0, f of 0 plus 1 is equal to 3 minus 0 divided by 0 plus 1 into 0.3 p യുടെ വാല്യൂ divided by 0.7 qന്റെ വാല്യൂ into f of 0. f of 0 ഇവിടെ 34.3 എന്ന് കിട്ടിയിരുന്നല്ലോ. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എഫ് ഓഫ് 0 plus 1 എന്ന് പറയുന്നത് എഫ് ഓഫ് 1 ആണ്. എഫ് ഓഫ് 1 കിട്ടി. ഇനി x is equal to 1 ഇടുമ്പോൾ എഫ് ഓഫ് 2 കിട്ടും. ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇവിടെ എഫ് ഓഫ് 1 ആണ് എഫ് ഓഫ് x എന്ന് പറയുന്നത്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അത് എഫ് ഓഫ് 2 കിട്ടി. when x is equal to 2 ആകുമ്പോൾ എഫ് ഓഫ് 3യുടെ വാല്യൂ കിട്ടും. ഇനിയിപ്പോൾ ഇത്രയും കിട്ടിയ വാല്യൂസ് ഒബ്സർവ്ഡ് ആൻഡ് തിയററ്റിക്കൽ ഫ്രീക്വൻസീസ് നമ്മൾ കറക്റ്റായിട്ട് എഴുതുക. നമ്മുടെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരുന്ന ഫ്രീക്വൻസി വാല്യൂ 0ക്ക് 36 ആയിരുന്നു, 1ന് 40 ആയിരുന്നു, അടുത്തത് 22 ആയിരുന്നു, 2 ആയിരുന്നു, അങ്ങനെ ടോട്ടൽ 100 ആയിരുന്നു. ഇനി നമുക്ക് കിട്ടിയ എക്സ്പെക്റ്റഡ് വാല്യൂസ് എല്ലാം ഇവിടെ എഴുതുക. എക്സ്പെക്റ്റഡ് വാല്യൂസ് അനുസരിച്ച് എഫ് ഓഫ് 0ക്ക് എത്രയായിരുന്നു വന്നത്? എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 34.3 ആയിരുന്നു. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്ത് എഴുതുമ്പം 34 ആണ്. അതാണ് ഞാൻ താഴെ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതിന് 34 എന്ന് എഴുതിയത്. ഇത് ഇനി x1 ആകുമ്പോൾ ഉള്ള വാല്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എഫ് ഓഫ് 1ന് വാല്യൂ എത്ര? 44.247. ഇത് പോയിന്റ് കഴിഞ്ഞ് 5 5ൽ കൂടുതലാണെങ്കിൽ മാത്രം കറക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ 1 കൂടും. ഇതിപ്പം 44 തന്നെ ഇവിടെ എഴുതാം. 44.2 ആണ്. എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 19.03 ആണ്. അപ്പോൾ 19 തന്നെ എടുക്കാം. എഫ് ഓഫ് 3യുടെ വാല്യൂ എന്തായിരുന്നു? 2.72 എന്നാണ്. അപ്പോൾ അത് നമുക്ക് 3 ആയിട്ടും എടുക്കാം. അതിവിടെ എഴുതി 34ഉം 44ഉം 19ഉം 3ഉം കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുക. ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസും ഇത് കൂട്ടുമ്പോഴും 100 വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 100 കിട്ടണം. അതാണ് എക്സ്പെക്റ്റഡ് ഫിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫിറ്റിംഗ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. പ്രോബ്ലം ഒന്നുകൂടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇവിടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ഇവിടെ ഇപ്പോൾ ആഡ് ചെയ്തപ്പോൾ 34ഉം 44ഉം 19ഉം 3ഉം കൂടെ പ്ലസ് ചെയ്തപ്പം 100 ആയി കിട്ടി. ചില സമയത്ത് ചിലപ്പോൾ ഇത് 100 ആകുന്നില്ല. 100 എന്നല്ല, ടോട്ടൽ ഫ്രീക്വൻസി ഒബ്സർവ്ഡിന് വന്ന അതേ ഫ്രീക്വൻസി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തണം. നമുക്ക് കിട്ടിയ വാല്യൂസിൽ എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുണ്ടോ എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പോയിസോണിൽ ഞാൻ ചെയ്തിരുന്ന പ്രോബ്ലത്തിൽ പോയിസോണിൽ അഡ്ജസ്റ്റ്മെൻറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും അതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്. ഈ പറയുന്ന ടോട്ടൽ ഇവിടെ ഇപ്പോൾ 100 കിട്ടാൻ വേണ്ടിയിട്ട് സ്ലൈറ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സേ ആവശ്യം വരുള്ളൂ. അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി തിയററ്റിക്കൽ ഫ്രീക്വൻസീസ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് എഴുതുക. ദാറ്റ് ഈസ് ദ ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ. ഫിറ്റിംഗ് ഓഫ് എനി ഡിസ്ട്രിബ്യൂഷൻ ആ പ്രോസസ്സാണ്. ഇവിടെ ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത് മീൻ വാല്യൂ കണ്ടുപിടിക്കുക. മീൻ വാല്യൂവിൽ നിന്നും ഇക്വേറ്റ് ചെയ്യുക NP. n എത്രയാണെന്നുള്ളത് തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് മനസ്സിലാകും. അപ്പോൾ n-നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. പി കിട്ടിക്കഴിഞ്ഞാൽ ക്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ക്യൂവും പിയും എന്നും കിട്ടിയാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എഴുതാം. അതിനകത്ത് എന്നിൻ്റെയും പിയുടെയും ക്യൂവിൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോം ചെയ്തതിന് ശേഷം പി ഓഫ് 0 എന്ന വാല്യൂ കണ്ടുപിടിക്കണം. എക്സിന് 0 ഇട്ട് പി ഓഫ് 0 കണ്ടുപിടിക്കുക. പി ഓഫ് 0 കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എഫ് ഓഫ് 0 കാണുക. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ N ഇൻറ്റു പി ഓഫ് 0. ക്യാപിറ്റൽ N എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസിയാണ്. നമ്മുടെ ഫ്രീക്വൻസിയുടെ ടോട്ടൽ വാല്യൂ എത്രയാണോ അതാണ് ഒബ്സർവ് ഡേറ്റയിൽ നിന്നുമുള്ള ടോട്ടൽ ഫ്രീക്വൻസി. ആ ക്യാപിറ്റൽ N ഇൻറ്റു പി ഓഫ് 0 ചെയ്യുമ്പോൾ എഫ് ഓഫ് 0 കിട്ടും. എഫ് ഓഫ് 0യും കണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു യൂസ് ദ റെക്കറൻസ് ഫോർമുല. ഏതായിരുന്നു? f of x plus 1 is equal to n minus x by x plus 1 into p by q into f of x. ഇവിടെ again we have to put x is equal to 0, 1, 2, 3 etc. up to n വരെയാണ്. n-ൻ്റെ വാല്യൂ ഏതുവരെ കിട്ടണം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് x-ൻ്റെ വാല്യൂസ് കൊടുക്കേണ്ടത്. ഇവിടെ n 3 ആയതുകൊണ്ട് f of 3 വരെ കണ്ടാൽ മതി. f of 3 വരെ കാണാൻ വേണ്ടി x-ന് എന്തൊക്കെ വാല്യൂസ് 0, 1, 2 വരെ കൊടുത്താൽ മതി. അതുകൊണ്ടായിരുന്നു ഈ പ്രോബ്ലത്തിൽ അങ്ങനെ ഇടേണ്ടത്. അപ്പോൾ ഈ റെക്കറൻസ് ഫോർമുല കാണാതെ പഠിക്കണം. f of x
x plus 1 is equal to n minus x by x plus 1 into p by q into f of x. അപ്പോൾ ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഓരോന്നിൻ്റെയും ഫ്രീക്വൻസീസ് കണ്ടതിന് ശേഷം ഒരു ടേബിൾ ഫോമിൽ ഒബ്സർവ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസും എഴുതുക. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ വാല്യൂ ഒബ്സർവ്ഡിൻ്റെ ഫ്രീക്വൻസിയുടെ ടോട്ടലും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയുടെ ടോട്ടലും ഫൈൻഡ് ഔട്ട് ചെയ്യുക. രണ്ടും സെയിം ആയിരിക്കണം. ദാറ്റ് ഈസ് ദ ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ.